സ്കിന്ന് ഭയങ്കര ഡ്രൈ ആകുന്നു. ഭയങ്കര ചൊറിച്ചിൽ സ്കിന്നിൽ അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ ക്രാക്കുകൾ, ചെറിയ വിള്ളലുകൾ സ്കിന്നിൽ തൊലിയിൽ വീഴുന്നു. പ്രമേഹമുള്ളവർക്കുണ്ടാകുന്ന ഒരു സ്കിൻ പ്രോബ്ലമാണ്. ഇതിനുള്ള പരിഹാര മാർഗ്ഗം എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. ഡയബറ്റിക് ഓസ്മോലാരിറ്റി എന്ന് പറയും. അതായത് നമ്മുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിൽക്കുവാണല്ലോ ഡയബറ്റിക്കിൽ. അപ്പം ഇങ്ങനെ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ്, ഫ്ലൂയിഡ്സിനെ രക്തത്തിലേക്ക് ആഗീകരണം ചെയ്യപ്പെടും. ശരീരം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഡയബറ്റിക് ഓസ്മോലാരിറ്റി എന്നൊക്കെ പറയും. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ തൊലിയിൽ ഒക്കെയുള്ള ആ മോയ്സ്ചർ, വാട്ടർ കണ്ടന്റ് കുറഞ്ഞു വരും. അങ്ങനെയാണ് സ്കിന്ന് നല്ല ഡ്രൈ ആയി വരുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലൊക്കെയുള്ള സ്വെറ്റ് ഗ്ലാൻസ് ഉണ്ട്. വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനം മന്ദീഭവിക്കും. ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും. പ്രമേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്കിന്നിൽ ചൊറിച്ചിലും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ക്രാക്കുകൾ വീഴുക, ഡ്രൈ ആകുക, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അവിടുത്തെ ഒരു കാലാവസ്ഥയുടെയും ഉണ്ട്. പിന്നെ എ സിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് ഇത് കൂടുതലായിരിക്കും. കാരണം ഈ ഒരു ഡ്രൈനെസ് കൂടാനായിട്ട് അതൊരു കാരണമാവാം. അപ്പൊ ഇതിന്റെ പരിഹാര മാർഗ്ഗം എന്താണ്? ഒന്ന്, സ്കിൻ എപ്പോഴും നല്ല മോയ്സ്ചർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആയുർവേദത്തിൽ അഭ്യംഗം എന്ന് പറയും, മസാജ്. അപ്പോൾ അതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ തൈലങ്ങളുണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അത് ഓരോ സ്കിൻ ടൈപ്പിനും അനുയോജ്യമായ എണ്ണകൾ സെലക്ട് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കി സ്കിന്നിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ഈ ഡ്രൈനസ് കുറയും. അതിനോടൊപ്പം തന്നെ ഈ സ്വെറ്റ് ഗ്ലാൻഡിൻ്റെ ഒക്കെ പ്രവർത്തനം കൂടി വരുന്നതിന് സഹായിക്കും. നമ്മളെപ്പോഴും ആവശ്യത്തിന് വെള്ളം കുടിക്കുക. ഒരു ദിവസം എന്തോരം വെള്ളം നമുക്ക് ആവശ്യമാണ്? 3-3.5 ലിറ്റർ വെള്ളം പ്രോപ്പറായിട്ട് കുടിക്കുക. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഡയബറ്റിക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രാഥമികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.